സോ ഹേ എവരിവൺ, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലോട്ട് സ്വാഗതം. ലെക്ചർ നമ്പർ 30, ഇന്ത്യൻ ഇക്കോണമി. FDI എന്ന് വെച്ചാൽ എന്താണ്? FDI ഫയർ ആക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റൂട്ട്സ് ഇൻ ഇന്ത്യ. FDI ഓട്ടോമാറ്റിക് റൂട്ട്. Under the automatic route, a foreign investor is not required to take any prior permission and the investor can directly invest in India. So ഈ ഒരു കാര്യം കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഏതെങ്കിലും ഫോറിൻ കമ്പനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു ഫോറിൻ പേഴ്സൺ ഇന്ത്യയിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രയറായിട്ട് പെർമിഷനും കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നേരത്തെ സെബിയുടെ ഏതൊക്കെ പെർമിഷൻ വാങ്ങണമായിരുന്നു, പക്ഷേ ഇത് ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല. ഇപ്പോൾ അവർക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അത് അവർക്ക് അതിനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പറഞ്ഞിട്ടുള്ള FDI. ഓക്കെ, ഓൾ റൈറ്റ്. ഹി ക്യാൻ ഇൻവെസ്റ്റ് ഇൻ എനി കമ്പനി ഹി വിഷസ് ടു വിതൗട്ട് ദ നീഡ് ഫോർ ഗവൺമെൻറ് അപ്രൂവൽ. ഗവൺമെൻറ് അപ്രൂവലിൻ്റെ ആവശ്യമില്ലാതെ ഗവൺമെൻറ് പെർമിഷൻ വാങ്ങാതെ ഏത് കമ്പനിയിൽ, ഏത് ഇന്ത്യൻ കമ്പനിയിൽ, ഏത് ഡൊമസ്റ്റിക് കമ്പനിയിൽ വേണമെങ്കിൽ അവർക്ക് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ് FDI എന്ന് പറയുന്നത്. സിമ്പിൾ. ഗവൺമെൻറ് റൂട്ട്. It implies that there are certain sectors in industries that do not come under the first route, in which a foreign investor can invest only subject to prior approval for the investment. അതായത് ഇപ്പോൾ ആക്ച്വലി ഫസ്റ്റ് റൂട്ട് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുള്ളത്. ഫസ്റ്റ് റൂട്ട് പ്രകാരം ഫസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ കുറച്ച് സെക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, അങ്ങനെ കുറച്ച് കോർപ്പറേറ്റ്സ്, കുറച്ച് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെ കുറച്ച് സെക്ടേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ സെക്ടേഴ്സിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ സെക്ടേഴ്സിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഇവർക്ക് പെർമിഷൻ ഗവൺമെൻറ് കയ്യിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ഫസ്റ്റ് റൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറേ സെക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ചില സെക്ടേഴ്സ്, അങ്ങനെയുള്ള ചില ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോറിൻ ഇൻവെസ്റ്റർക്ക് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ആക്ച്വലി വാങ്ങണം. സോ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ കൺസേൺഡ് മിനിസ്ട്രിക്ക് ഫോർവേഡ് ചെയ്യും. അതിപ്പോൾ എഡ്യൂക്കേഷൻ അല്ല, അതിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഇപ്പോൾ അഗ്രികൾച്ചർ മിനിസ്ട്രി, അങ്ങനെ ഓരോ കാര്യത്തിനും അതിൻ്റെ കൺസേൺഡ് മിനിസ്ട്രിയിലേക്ക് അതിനുശേഷം അതിനെ ഫോർവേഡ് ചെയ്യും. അവിടെ നിന്ന് പെർമിഷൻ കൊടുത്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് റൂട്ട് അല്ലാത്ത മറ്റ് റൂട്ടിലേക്ക് ഇവർക്ക് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഹിബിറ്റഡ് സെക്ടേഴ്സ് അണ്ടർ FDI. FDIയിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സെക്ടേഴ്സ് ഉണ്ട്. ഏരിയാസ് വേർ FDI ഇസ് നോട്ട് പെർമിറ്റഡ് ഇൻ ഇന്ത്യ. അതായത് ഞാൻ പറഞ്ഞുതരാം. FDI എന്ന് വെച്ചാൽ എന്താണ്? FDI എന്ന് വെച്ചാൽ ഫോറിൻ ഇൻവെസ്റ്റർക്ക് ഇന്ത്യയിൽ വന്ന് ഗവൺമെൻറ് പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ് FDI എന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു FDIയിൽ ലിസ്റ്റിൽ വരാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ വരാത്ത കുറേ സെക്ടേഴ്സ് ഉണ്ട്. ഇതിൽ വരാത്ത സെക്ടേഴ്സ് ആണെങ്കിൽ അതിന് മിനിസ്ട്രിയുടെ പെർമിഷൻ വാങ്ങണം. അതായത് FDIയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത സെക്ടേഴ്സ് അത് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ നിങ്ങൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത് ലോട്ടറി ബിസിനസ്. അതായത് ഏകദേശം ഈ പറഞ്ഞിട്ടുള്ള എന്താ കാസിനോ എന്നൊക്കെ പറയില്ല, ലോട്ടറി കാര്യങ്ങളൊക്കെ. അതൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ തുടങ്ങണമെങ്കിൽ ഗവൺമെൻറ് പെർമിഷൻ വാങ്ങണം. അത് വാങ്ങാതെ തുടങ്ങാൻ വേണ്ടി പറ്റില്ല. അടുത്ത് ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ്, അതായത് ഈ ചൂതുകളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബെറ്റിംഗ് ഒക്കെ, അത് ചെയ്യണമെങ്കിലും ഗവൺമെൻറ് പെർമിഷൻ വാങ്ങണം. ബിസിനസ് ഓഫ് ചിറ്റ് ഫണ്ട്, നിധി കമ്പനി, ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ പൈസ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ചിട്ടി എന്നൊക്കെ പറയുമല്ലോ ചില കാര്യത്തിന്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ഗവൺമെൻറ് പെർമിഷൻ വാങ്ങണം. ട്രേഡിംഗ് ഇൻ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെൻറ്റ് റൈറ്റ്, ട്രേഡിംഗ് ഇൻ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെൻറ്റ് റൈറ്റ് TDR, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഗവൺമെൻറ് പെർമിഷൻ വാങ്ങണം. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബിസിനസ് ആണെങ്കിലും, കൺസ്ട്രക്ഷൻ, അതായത് ഫാം ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഗവൺമെൻറ് പെർമിഷൻ വാങ്ങണം. മാനുഫാക്ചർ ഓഫ് ടൊബാക്കോ, സിഗേഴ്സ്, ചീറൂട്ട്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ഗവൺമെൻറ് പെർമിഷൻ വാങ്ങണം. മാനുഫാക്ചർ ഓഫ് ടൊബാക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കും, അതായത് ഈ പറഞ്ഞിട്ടുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, സിഗരറ്റും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നിർമ്മിക്കണമെങ്കിലും ഗവൺമെൻറ് പെർമിഷൻ വാങ്ങണം. അറ്റോമിക് എനർജി അല്ലെങ്കിൽ റെയിൽവേ ഓപ്പറേഷനൊക്കെ നടത്തണമെങ്കിലും ഗവൺമെൻറ് പെർമിഷൻ ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതൊക്കെയാണ് FDIയുടെ അണ്ടറിൽ വരാത്തതിന് ഗവൺമെൻറ് പെർമിഷൻ വാങ്ങണം, വരുന്നതിന് ഗവൺമെൻറ് പെർമിഷൻ ആവശ്യമില്ല. സോ വിത്ത് ദിസ് ടോപ്പിക് യു ആർ കൺക്ലൂഡിങ് ദിസ് ടോപ്പിക്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.